സന്ദീപ് എന്ന് പറഞ്ഞ ആൾക്ക് നമ്മളുടെ ലോൺ വന്നിട്ടുണ്ട്, ഇതുപോലെ പ്രശ്നം വന്നു, നമ്മളത് പരിഹരിച്ച് പുള്ളിക്ക് പുതിയ സിവിൽ റിപ്പോർട്ട് എടുത്ത് കൊടുക്കണം. സന്ദീപ് എന്ന് പറഞ്ഞ ഇപ്പോൾ ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയ്ക്ക് ഇടയാക്കി. ശ്രീറാം ഇൻഷുറൻസ്, ഫിനാൻസ് എന്നിവയെക്കുറിച്ച് എനിക്കും ചിലതൊക്കെ പറയാനുണ്ട്. എൻ്റെ ഇന്നോവയ്ക്ക് ഫുൾ ഇൻഷുറൻസാണ് ഞാൻ ഇന്നുവരെയും എടുത്തുകൊണ്ടിരിക്കുന്നത്. എനിക്കും ഞങ്ങളുടെ കമ്പനിയിലെയും വാഹനങ്ങളുടെ ഇൻഷുറൻസ് സ്ഥിരമായി തിരുവനന്തപുരത്തുള്ള ഒരു ഏജൻ്റാണ് എടുത്തു തരുന്നത്. പുള്ളി കൃത്യമായി ഇൻഷുറൻസ് തീരുന്ന സമയം ഓർമ്മിപ്പിക്കും. ചിലപ്പോൾ പുള്ളി തന്നെ അത് എടുത്തുകൊണ്ട് തന്നിട്ട് അതിൻ്റെ പൈസ വാങ്ങിക്കൊണ്ട് പോകും. അതൊരു വിശ്വാസവും പതിവുമാണ്. വിശ്വാസമല്ലേ എല്ലാം. അങ്ങനെ എല്ലായ്പ്പോഴും ചെയ്യുന്നത് പോലെ കഴിഞ്ഞ തവണ എൻ്റെ വണ്ടിയുടെ ഇൻഷുറൻസ് പുതുക്കി കൊണ്ട് തന്നിട്ട് അയാൾ പൈസയും വാങ്ങിപ്പോയി. ഏത് കമ്പനിയുടെ ഇൻഷുറൻസ് ആണെന്ന് ഞാൻ നോക്കിയില്ല. അങ്ങനെ ഇരിക്കെ ഈ അടുത്തിടയ്ക്ക് എൻ്റെ വണ്ടി ഒരു KSRTC ബസ്സിൻ്റെ പിന്നിൽ കൊണ്ടിടിച്ച് അപകടമുണ്ടായി. എൻ്റെ വണ്ടിയുടെ മുന്നിൽ പോയ ബസ്, KSRTC ബസ്, പെട്ടെന്ന് സഡൻ ബ്രേക്ക് ചെയ്തപ്പോൾ ചവിട്ടിയിട്ട് നിൽക്കാതെ പിന്നിൽ പോയി ഇടിച്ചു. എൻ്റെ വണ്ടിയുടെ മുൻവശം തകർന്നു. കുറച്ച് പണി വന്നു. വണ്ടി ഷോറൂമിൽ കയറ്റി. പണിയുന്നതിന് മുൻപ് ഏജൻറ്റിനെ വിളിച്ചു പറഞ്ഞു. അയാൾ മറുപടി പറഞ്ഞത് അവരുടെ സൈറ്റിൽ വിളിച്ച് ഒരു ടോൾ ഫ്രീ നമ്പർ തന്നു, അതിൽ വിളിച്ച് രജിസ്റ്റർ ചെയ്യാൻ. അങ്ങനെ ചെയ്തു. അപ്പോൾ അയാളത് പറഞ്ഞു, ടോട്ടൽ എമൗണ്ടിൻ്റെ 30% മാത്രമേ കിട്ടുകയുള്ളൂ എന്ന്. വണ്ടി 10 വർഷമായിപ്പോൾ 7 വർഷം വരെ മാത്രമേ ഫുൾ ഇൻഷുറൻസ് കിട്ടുകയുള്ളൂ എന്നും അയാൾ പറഞ്ഞു. ഞാൻ തർക്കിച്ചു. ഫുൾ ഇൻഷുറൻസിൻ്റെ കാശും വാങ്ങിയിട്ട് ക്ലെയിം 30% മാത്രമേ തരുള്ളൂ എന്ന്. അന്നേരെ ഷോറൂംകാർ പറഞ്ഞു, ഇവന്മാർ തരികിടയാണ്, ഇവന്മാരുടെ ഇൻഷുറൻസ് ഒരുമാതിരിപ്പെട്ടവരൊന്നും എടുക്കില്ലെന്ന്. ഒന്നാമത് ഞാൻ അറിഞ്ഞല്ല ഈ ഇൻഷുറൻസ് എടുത്തത്. സാധാരണ ഞാൻ എടുക്കുന്നത് ന്യൂ ഇന്ത്യ ഇൻഷുറൻസിൻ്റെയും അതുപോലുള്ള മറ്റ് കമ്പനികളുടെയൊക്കെയാണ്. ഈ പ്രൈവറ്റ് കമ്പനികളുടെ ഇൻഷുറൻസ് ഞാൻ എടുക്കാറേയില്ല. ഏജൻറ്റിനെ വിശ്വസിച്ച് ഏൽപ്പിച്ചതാണ്. അയാൾക്ക് കൂടുതൽ കമ്മീഷൻ കിട്ടുന്നതുകൊണ്ടാണ് ഇത് നമ്മുടെ തലയിൽ വെച്ച് കെട്ടിത്തന്നത്. ഒടുവിൽ അവന്മാരുടെ 30% ഞാൻ വാങ്ങിയില്ല. അതിൻ്റെ പിറകെ നടക്കാൻ കഴിയില്ല. ഒന്നാമത് സമയവുമില്ല. 1,47,500 രൂപയായിരുന്നു ബിൽ തുക. അത് ഞാൻ അടച്ചു, വണ്ടി ഇറക്കി. ഇനി എൻ്റെ ജന്മത്ത് ഇവന്മാരുടെ ഇൻഷുറൻസ് എടുക്കുകയുമില്ല, അറിയുന്ന ആരെ കൊണ്ടും എടുപ്പിക്കത്തുമില്ല. അത്രയ്ക്ക് തരികിടയാണ്. ഇത് എൻ്റെ സ്വന്തം അനുഭവമാണ്.